ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡറി ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച എന്താണ്, സിംഗിൾ ലെവൽ ഇൻഡെക്സിൽ നമ്മൾ പഠിച്ച എന്തായിരുന്നു, പ്രൈമറി ഇൻഡെക്സ് പഠിച്ചു, ക്ലസ്റ്ററിങ് ഇൻഡെക്സ് പഠിച്ചു. ഇനി മൂന്നാമത്തതാണ് ഫൈനൽ വൺ, ദാറ്റ് ഈസ് സെക്കൻഡറി ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ടത്, നമ്മൾ കണ്ട ഡേറ്റ ഫയൽ എന്തായിരിക്കും, അൺസോർട്ടഡ് ആയിരിക്കും. അതായത് ഡേറ്റ ഫയലിനകത്തുള്ള എലമെൻറ്റ്സ് ഒന്നും സോർട്ടഡ് ആകണം എന്നില്ല. ഓക്കെ, അതാണ് ഒരു പെക്യുലാരിറ്റി. രണ്ടാമത്തെ കേസ് പറയുന്നത് എന്താണ്, നമ്മൾ വർക്ക് ഓൺ ചെയ്യുന്നത് മേ ബി ഒരു കീ വാല്യൂവിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു നോൺ കീ ഫീൽഡിലായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡെക്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ഒരു കീ ഫീൽഡ് ആയിരിക്കാം അല്ലെങ്കിൽ നോൺ കീ ഫീൽഡ് ആയിരിക്കാം. അപ്പോൾ ഇൻഡെക്സിങ് യൂസിങ് ഒരു കീ ഫീൽഡ് വെച്ചിട്ടാണെങ്കിൽ, കീ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിനകത്തുള്ള എൻട്രീസ് എല്ലാം യുണീക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ യുണീക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ഫയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, ഈ ഓരോ കീ ഫയലിൽ, അതായത് ഓരോ കീ വാല്യൂവിനും ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സിൽ ഫീൽഡ് വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ റെക്കോർഡ്, നമ്മുടെ ആക്ച്വൽ ഡേറ്റ ഫയൽ. ഓക്കെ, ആ ആക്ച്വൽ ഡേറ്റ ഫയലിനകത്ത് നമ്മൾ ഒരു ഫീൽഡിനെ അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിനെ നമ്മൾ ചൂസ് ചെയ്യും. അത് ചിലപ്പോൾ ഒരു കീ വാല്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു നോൺ കീ വാല്യൂ ആയിരിക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കീ വാല്യൂവിലും നമുക്ക് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം, നോൺ കീ വാല്യൂവിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഇത് കീ വാല്യൂവിനെ ഐഡൻറ്റിഫൈ ചെയ്തു, ആ കീ വാല്യൂവിനനുസരിച്ച് നമ്മളൊരു ഇൻഡെക്സ് ജനറേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടുത്തെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡറി ഇൻഡെക്സിൽ നമ്മൾ കീ വാല്യൂവിൻ്റെ ബേസിസിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഓരോ കീ വാല്യൂ എൻട്രിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ഫയൽ ഇവിടെ ഉണ്ടാവണം. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഈ കീ വാല്യൂ ആയിട്ടുള്ള ഈ ഇൻഡെക്സ് ഫീൽഡ് അല്ലെങ്കിൽ ഈ കീ വാല്യൂ ഫീൽഡ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ 9, 5, 13, 18 അങ്ങനെ കുറേ നമ്പേഴ്സ് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ 1 വരുന്നുണ്ട്, പിന്നെ ഇതിൽ 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, പിന്നെന്താ 4 വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ നമ്പേഴ്സും, അത് ഉള്ള നമ്പേഴ്സിനെ എല്ലാം എടുത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കുവാണെങ്കിൽ അതിനകത്ത് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 24 ആണ്. അപ്പോൾ നമുക്ക് 1 മുതൽ 24 വരെയുള്ള ഇതിനകത്ത് ഉള്ള വാല്യൂസിനെ മാത്രം വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻഡെക്സ് ഫീൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എന്നിട്ട് ഈ ഇൻഡെക്സ് ഫീൽഡിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഓരോ ഡേറ്റ റെക്കോർഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, മൂവ് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച പോലെ തന്നെ ഡേറ്റ ഫയലും ഉണ്ട്, ഇൻഡെക്സ് ഫയലും ഉണ്ട്. ഇൻഡെക്സ് ഫയലിനകത്ത് അപ്പോൾ 2 ഫീൽഡുകളാണുള്ളത്. നമ്മുടെ ഈ കീ വാല്യൂവിൻ്റെ ബേസിസിൽ നമ്മളൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഇൻഡെക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്കിലേക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് പോയിൻ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡെക്സസ് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡേറ്റ ഫയലിനെ ഇൻഡെക്സ് ഫയലുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് പോയിൻ്റർ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണെന്നുള്ളത്. സോ ഇവിടുത്തെ നമ്മുടെ ഈ റെക്കോർഡിൽ ഇൻഡെക്സ് റെക്കോർഡ് നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ഓർഡറിലായിരിക്കണം ഇൻഡെക്സ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഈ കീ ഫീൽഡ് ഇത് ഓർഡേർഡ് ആകാം, അൺഓർഡേർഡ് ആകാം. പക്ഷേ നമ്മുടെ ഇൻഡെക്സ് ഫയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഇറ്റ് മസ്റ്റ് ബി ഓർഡേർഡ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂവിൻ്റെ ബേസിസിൽ അത് ഓർഡേർഡ് ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെയുള്ള എല്ലാ എൻട്രീസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെഫറൻസ്, ഒരു റെക്കോർഡ് എവിടെ ഉണ്ടായിരിക്കണം, നമ്മുടെ ഇൻഡെക്സ് ഫീൽഡ് വാല്യൂവിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് എഴുതി. മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇൻഡെക്സ് ഫീൽഡ് വാല്യൂ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കണം, നമ്മളുടെ ഡേറ്റ ഫയലിൽ എവിടെയാണോ 1 ഉള്ളത് ആ ലൊക്കേഷനിലേക്ക്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഡേറ്റ ഫയലിൽ 1 ഉള്ളത് എവിടെയാണ്. സോ ഈ ആരോ ഇവിടുന്ന് ഇങ്ങനെ പോയി എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് നോക്കിയേ, നമ്മളുടെ ഈ ഒരു ബ്ലോക്കിലേക്ക്. ആ ഒരു ബ്ലോക്കിനകത്ത് ആരുണ്ട്, 1 ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊരു ബ്ലോക്ക് പോയിൻ്റാണ്. ആ ബ്ലോക്ക് പോയിൻ്റ് എന്താണ്, ഈ ഡേറ്റ, അതായത് കീ വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന ബ്ലോക്കിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ വരയ്ക്കുമ്പോഴേക്കും ഈ 1ൻ്റെ ലൊക്കേഷനിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. എന്ത് ചെയ്തിരുന്നാൽ മതി, നമ്മുടെ ഈ ബ്ലോക്കിലേക്ക് കൊണ്ടുവന്ന് ഹിറ്റ് ചെയ്യിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 1 കണ്ടെയ്ൻ ചെയ്യുന്ന ബ്ലോക്കിലേക്ക് ഒരു നാവിഗേഷൻ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കൊടുത്തിരുന്നാൽ മതി. ഇനി നമ്മൾ 2 എന്നുള്ള നമ്മുടെ സെക്കൻഡ് ഫീൽഡ് വാല്യൂ എടുക്കാം. ആ 2 എടുക്കുകയാണെങ്കിൽ 2 നമ്മളുടെ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ ഫയലിൽ എവിടെയാണെന്ന് നോക്കിക്കേ. സോ സംഭവം ഇവിടെയുണ്ട്, 2 കണ്ടെയ്ൻ ചെയ്യുന്ന ബ്ലോക്ക് ഇതാണ്, ആ ബ്ലോക്കിലേക്ക് ഒരു ഡയറക്ഷൻ കണ്ടോ. ഇതേപോലെ
3 നോക്കും, 3 കണ്ടെയ്ൻ ചെയ്തേക്കുന്ന ബ്ലോക്ക് ഏതാണെന്ന് നോക്കും. അപ്പോൾ 3 കണ്ടെയ്ൻ ചെയ്തേക്കുന്ന ബ്ലോക്ക് ഏതാണെന്ന് നോക്കിയിട്ട് 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അപ്പോൾ ഈ ബ്ലോക്കിലാണ് 3 വരുന്നത്. അപ്പോൾ നമ്മളുടെ 3 എന്നുള്ള കണക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? ഈ ഒരു ബ്ലോക്കിലേക്കായിരിക്കും. ഇവരിപ്പോൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഏതാണ്? ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ 6ൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കും. ഇത് 6ൻ്റെ ലിങ്കാണ്. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇത് 15ൻ്റെ ലിങ്കാണ്. തൊട്ട് താഴത്തെ വാല്യൂ എന്താണ്? 17 ആണ്. ഇത് 17ൻ്റെ ലിങ്ക്. നോക്കിക്കേ, നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ നിന്ന് വരുന്ന ആരുടെ ലിങ്കാണ്? 17ൻ്റെ ലിങ്ക്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ, ഈ ഒരു ബ്ലോക്ക് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. സോ ഇവിടെ വരുന്ന ബ്ലോക്ക് അല്ലെങ്കിൽ ഈ വരുന്ന ലിങ്ക് ആരുടെ ആയിരിക്കണം? 5ൻ്റെ ആയിരിക്കണം. സോ ഫസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? 5ൻ്റെ ആണ്. അടുത്ത രണ്ടാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 കഴിഞ്ഞാൽ അടുത്ത വാല്യൂ 8 ആണ്. സോ അടുത്ത നെക്സ്റ്റ് ഈ ഒരു പോയിൻറ്റിംഗ് വാല്യൂ 8ൻ്റെ ആയിരിക്കണം. സോ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് എന്താണ്? 8നാണ്. അടുത്തത് വന്നിരിക്കുന്നത് 9 ആണ്. സോ 9ൻ്റെ ലിങ്കാണ് നമ്മൾ ഈ കാണുന്നത്, ഈ ഒരു ബ്ലോക്കിലേക്ക് നമ്മൾ കാണുന്നത്. അടുത്തത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ 13 ആണ്. സോ 13ൻ്റെ ലിങ്ക് ആയിരിക്കും. നമ്മൾ ഇങ്ങനെ തന്നെ വരച്ചു കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ബ്ലോക്കിലേക്ക് അതിനെ നാവിഗേറ്റ് ചെയ്യിച്ചാൽ മതി. പിന്നെ അതിനെ നമ്മളൊരു ഓർഡറിലാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് ഹിറ്റ് ചെയ്യിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഏത് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? സെക്കൻഡറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സെക്കൻഡറി ഇൻഡെക്സ് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു നോൺ കീ വാല്യൂവിൽ ചെയ്യാം, അതേപോലെ തന്നെ എന്താണ്, ഒരു കീ വാല്യൂവിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ്? ഒരു കീ വാല്യൂ ആണ്. കാര്യം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ല. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കീ വാല്യൂവിൽ നമ്മൾ ചെയ്തു. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു നോൺ കീ വാല്യൂവിൽ നമ്മൾ ഇൻഡെക്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോൺ കീ വാല്യൂ എന്ന് പറയുമ്പോഴേക്കും അവിടെ എന്തുണ്ട്? റെപ്പറ്റീഷൻസ് ഉണ്ട് അല്ലേ? റെപ്പറ്റീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റെപ്പറ്റീഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡറി ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോക്കും എത്ര എൻട്രീസ് ഉണ്ടെന്നുള്ളത് നോക്കും. അപ്പോൾ നോക്ക്, നമ്മുടെ ഡേറ്റ ഫയലുണ്ട്. ഡേറ്റ ഫയലിനകത്തുള്ള നോൺ കീ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. സോ നോൺ കീ വാല്യൂ ഉണ്ട്, അതിന് എന്തുണ്ട്? റെപ്പറ്റീഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ സ്വന്തമായിട്ട് എഴുതേണ്ടി വരും. അതുകൊണ്ട് ഈ എക്സാമ്പിൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എന്താണ്? 1 വന്നിട്ടുണ്ട്. 1 എത്ര തവണ വന്നിട്ടുണ്ട്? 1 2 3 3 തവണ 1 വന്നിട്ടുണ്ട്. സോ 1 ഒരു എൻട്രി ആണ്. ഓക്കെ, സോ 1 3 ടൈംസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 നോക്കാം. 2 എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എവിടെ വന്നിട്ടുണ്ട്? ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എവിടെ വന്നിട്ടുള്ളത്? ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 2-ന് നമുക്ക് 2 എൻട്രീസ് ആണുള്ളത്. അടുത്ത് നമ്മൾ നോക്കും 3 എന്നൊരു എൻട്രി ഉണ്ട്. 3ക്ക് എത്ര ഒക്കറൻസ് ഉണ്ടെന്ന് നോക്കുക. 3 ഒരു തവണ വന്നിട്ടുണ്ട്, 2 തവണ വന്നിട്ടുണ്ട്. പിന്നെന്താണ് 3 വന്നിരിക്കുന്നത്? 3 തവണ വന്നിട്ടുണ്ട്, 4 തവണ വന്നിട്ടുണ്ട് അല്ലേ? സോ പിന്നെ എവിടെയെങ്കിലും 3 ഉണ്ടോ? ഒരു 3 കൂടെ ഉണ്ട്. സോ 5 തവണ വന്നിട്ടുണ്ട്. സോ 3ക്ക് എത്ര എൻട്രീസ് ഉണ്ട്? 5 ടൈംസ് ഉണ്ട് 3. അപ്പോൾ നമ്മൾ അത് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ നോക്കും 4 ഉണ്ടെന്ന് നോക്കുക. സോ 4 ഇവിടെയുണ്ട്, പിന്നെ 4 ഇവിടെയുണ്ട്. അപ്പോൾ 4-ന് എത്ര എൻട്രീസ് ഉണ്ട്? 2 എൻട്രീസ്. സോ 4-ന് 2 എൻട്രീസ് ഉണ്ട്. അടുത്ത് നമുക്ക് 5 നോക്കാം. 5 നോക്കുവാണെങ്കിൽ 5-ന് എത്ര എൻട്രീസ് ഉണ്ട്? ഒരു 5 ഉണ്ട്, പിന്നെ 2 5 ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര 5 ഉണ്ട്? ഒരു 5 ഉണ്ട്, 2 5 ഉണ്ട്. ഓക്കെ, സോ പിന്നെ താണ്ടെ കിടക്കുന്നു, വീണ്ടും ഒരു 5 ഉണ്ട്, 3 5 ഉണ്ട്, പിന്നെ ഒരു 5 ഉണ്ട്, 4 5 ഉണ്ട്. സോ നമുക്ക് ടോട്ടൽ അപ്പോൾ 5-ൻ്റെ എൻട്രീസ് എത്രയാണ്? നമുക്ക് 4 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സോ 5-ന് നമുക്ക് 4 എൻട്രീസ് ആണുള്ളത്. അടുത്ത് നമുക്ക് 6 നോക്കാം. 6 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? അപ്പോൾ 6-ന് എത്ര എൻട്രീസ് ഉണ്ട്? 6-ന് 5 എൻട്രീസ് ഉണ്ട്. അടുത്ത നമ്മൾ 7 നോക്കാം. 7 ഇല്ല നമ്മുടെ ഇതിൽ. അടുത്ത എന്താ ഉള്ളത്? 8 ഉണ്ട്. 8-ന് എത്ര എൻട്രീസ് ഉണ്ടെന്ന് നോക്കാം. 8 1 വന്നിട്ടുണ്ട്, 8 2 വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ 8 എവിടെയുണ്ട്? 8 എവിടെയോ വന്നിട്ടുണ്ടല്ലോ. 1 പിന്നെ 2. ഓക്കെ, അപ്പോൾ 8-ൻ്റെ കൗണ്ട് നമുക്ക് 8 1 വന്നിട്ടുണ്ട്, 8 2 വന്നിട്ടുണ്ട്, 8 3 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 8-ന് 3 എൻട്രീസ് ആണുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ടോട്ടലി കൗണ്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം? സോർട്ടഡ് ഇൻഡെക്സ് ആയിരിക്കണം. അവിടെ നമ്മൾ എൻട്രി ചെയ്യേണ്ട ഡേറ്റാസ് എന്തൊക്കെയാണ്? 1 2 3 4 5 6 8. ഓക്കെ, ആ 8 വരെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ? ഇവിടെ ഇനിയാണ് ഇതിനകത്തൊരു ചേഞ്ച് ഉള്ളത്. സെക്കൻഡറി ഇൻഡെക്സ് എന്ന് പറയുമ്പോഴേക്കും ഇതിനകത്ത് ഇനി ചേഞ്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ബ്ലോക്ക് പോയിന്റിൽ നിന്നുകൊണ്ട് ഡയറക്റ്റായിട്ട് ആ കറസ്പോണ്ടിങ് ബ്ലോക്കിലേക്ക് നമ്മളൊരു ഡയഗ്രം ആയിരുന്നു. സോ ബ്ലോക്ക് പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ലൈൻ വെച്ചിട്ട് ആ ഒരു ഡേറ്റ എവിടെയാണുള്ളത് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തൊരു വര അങ്ങ് വരയ്ക്കുമായിരുന്നു അല്ലേ? ഈ ഒരു ബ്ലോക്കിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്കും ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ 1 എന്നുള്ള വാല്യൂ ഒരൊറ്റ
എന്താണ് ബ്ലോക്കിൽ മാത്രമല്ല മൾട്ടിപ്പിൾ ബ്ലോക്സിലേക്ക് പോകുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് 1ന് തന്നെ 3 എൻട്രീസ് ഉണ്ട്. അപ്പോൾ ആ 3 ബ്ലോക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആരോ വരച്ച് കൊടുക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഡയറക്റ്റായിട്ട് ഇൻഡെക്സ് ഫയലിൽ നിന്ന് നമ്മൾ ബ്ലോക്ക് പോയിൻ്റർ ത്രൂ നമ്മുടെ ഡേറ്റ ഫയലിലേക്ക് പോയിൻ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോയിൻറ്റേഴ്സിൻ്റെ ഒരു ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റേഴ്സിൻ്റെ ബ്ലോക്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു ബ്ലോക്ക് പോയിൻറ്റിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഇൻഡെക്സിലേക്കുള്ള ഡയറക്ഷൻസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാം 1ന് 3 ബ്ലോക്കുകളിലേക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ 1ൽ നിന്ന് ഈ ഒരു ഇൻഡെക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, 1നെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലൊരു ബ്ലോക്ക് ഓഫ് പോയിൻറ്റേഴ്സ് ഉണ്ട് അല്ലേ, ബ്ലോക്ക് ഓഫ് റെക്കോർഡ് പോയിൻറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ റെക്കോർഡ് പോയിൻറ്റേഴ്സിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യും. നമ്മുടെ പോയിൻറ്റേഴ്സിൻ്റെ കളക്ഷനാണ്. 1 എത്ര തവണയുണ്ട്, 3 തവണയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റേഴ്സ് എത്ര വേണം, 3 എണ്ണം വേണം. സോ 1 2 3. അതിൽ ഒരു പോയിൻറ്റർ നമ്മൾ എന്ത് ചെയ്യും, 1 ഉള്ള ബ്ലോക്കിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യും. രണ്ടാമത്തെ പോയിൻറ്റർ എന്ത് ചെയ്യും, 1 ഉള്ള രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും. കണ്ടോ, 1ലേക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യും. അടുത്ത മൂന്നാമത്തെ പോയിൻ്റ് എന്ത് ചെയ്യും, മൂന്നാമത് എവിടെയാണോ നമ്മുടെ 1 ഇരിക്കുന്നത് ആ ബ്ലോക്കിലേക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ 3 1സിലേക്ക് നമുക്കിപ്പോൾ കണക്ഷൻ കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബ്ലോക്ക് പോയിൻ്റ് ചെയ്യുന്നത് ബ്ലോക്ക് ഓഫ് റെക്കോർഡ് പോയിൻറ്റേഴ്സിലായിരിക്കും. ആ ഓരോ റെക്കോർഡ് പോയിൻറ്റേഴ്സും ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ ഫയലിനകത്തുള്ള റെക്കോർഡിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഒരു റെഫറൻസ് ഇല്ല നമ്മുടെ ഇൻഡെക്സ് ഫയലും ഡേറ്റ ഫയലും തമ്മിൽ. ഇനി നമുക്ക് 2ൻ്റെ കേസ് നോക്കാം. 2 എന്ന് പറയുമ്പോഴേക്കും എത്ര എൻട്രീസ് ഉണ്ട്, 2 എണ്ണം ഉണ്ട്. സോ 2ൽ നിന്ന് നമ്മൾ എടുക്കുന്ന ആരോ അങ്ങോട്ടായിരിക്കും പോകുന്നത്. നമ്മൾ ഈ ആരോയ്ക്ക് 2 ബ്ലോക്ക് ഓഫ് റെക്കോർഡ് പോയിൻറ്റേഴ്സ് ആണ് അല്ലേ, 2 ബ്ലോക്കിലാണ് 2 ഇരിക്കുന്നത്. അപ്പം 2 ഇരിക്കുന്ന ഫസ്റ്റ് ബ്ലോക്ക് ഏതാണെന്ന് നോക്കാം. 2 ഇരിക്കുന്ന ഫസ്റ്റ് ബ്ലോക്ക് ദാണ്ട് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ 2 ഇരിക്കുന്ന സെക്കൻഡ് ബ്ലോക്ക് നോക്കാം. 2 ഇരിക്കുന്ന സെക്കൻഡ് ബ്ലോക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പോയി ഇതായിരിക്കുന്നു 2 ഇരിക്കുന്ന സെക്കൻഡ് ബ്ലോക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മളുടെ കയ്യിൽ നോൺ കീ പാരാമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്ലോക്ക് ഓഫ് റെക്കോർഡ് പോയിൻറ്റേഴ്സിൻ്റെ, അതായത് ഒരു കളക്ഷൻ ഓഫ് പോയിൻറ്റേഴ്സിൻ്റെ കളക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്ലോക്ക് പോയിൻ്റ് നമ്മൾ നാവിഗേറ്റ് ചെയ്യിക്കും. അവിടെ നിന്നുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ റെക്കോർഡിലേക്കും, ഡേറ്റ ഫയലുള്ള ഓരോ റെക്കോർഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ തിയറിറ്റിക്കൽ പോർഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, പഠിച്ചത് സെക്കൻഡറി ഇൻഡെക്സ് ആണ്. ഇവിടെ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡേറ്റ ഫയൽ അൺസോർട്ടഡ് ആയിരിക്കും. അൺസോർട്ടഡ് ആണ്. നമ്മൾ നോക്കിക്കേ, 2 ഡേറ്റ ഫയൽ അൺസോർട്ടഡ്. ഇതൊരു ഡേറ്റ ഫയലാണ്, ഇതൊരു ഡേറ്റ ഫയലാണ്. രണ്ടും എന്താണ്, അൺസോർട്ടഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ എടുക്കുന്ന നമ്മുടെ ഇൻഡെക്സിലേക്ക് നമ്മൾ റിസീവ് ചെയ്യുന്ന ഡേറ്റ, അതായത് നമ്മുടെ ഒന്നെങ്കിൽ അതൊരു കീ വാല്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നോൺ കീ ഫീൽഡിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻഡെക്സ് വാല്യൂവിന് ആവശ്യമായിട്ടുള്ള ഒരു കീ വാല്യൂ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡെക്സ് ഫയൽ ഇസ് ആൻ ഓർഡേർഡ് ഫയൽ വിത്ത് 2 ഫീൽഡ്സ്. ഒന്ന് കീ ഫീൽഡും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലോക്ക് പോയിൻ്റർ ഒരു റെക്കോർഡ് പോയിൻ്റർ ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻലി ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ കീ ആട്രിബ്യൂട്ടിലും നോൺ കീ ആട്രിബ്യൂട്ടിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് കീസ് നമുക്ക് ഇൻഡെക്സിനകത്തുള്ള കീ വാല്യൂസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് ഇനി നമ്മൾ നോക്കിക്കേ, ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ ഇത് സ്പാഴ്സ് ആണോ ഡെൻസ് ആണോ, സ്പാഴ്സ് ആണോ ഡെൻസ് ആണോ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ എത്ര റെക്കോർഡ്സ് ഉണ്ട്, 22 വരെ റെക്കോർഡ്സ് ഉണ്ട്. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 22 അല്ല 24 വരെ. അപ്പോൾ 24 എൻട്രീസും തന്നെ എവിടെയുണ്ട്, നമ്മുടെ ഇൻഡെക്സിനകത്തും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഡെൻസ് ആണോ സ്പാഴ്സ് ആണോ, എല്ലാ റെക്കോർഡ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രി നമ്മുടെ ഇൻഡെക്സ് റെക്കോർഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്താണ്, ഡെൻസ് ആണ്. എന്താണത്, ഡെൻസ് ആണ്. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡെൻസ് ഇൻഡെക്സ്. ഓക്കെ, ഇനി നമ്മൾ നോൺ കീ വാല്യൂവിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, അതായത് ഈ ഒരു പോർഷൻ വായിക്കുവാണെങ്കിൽ നോൺ കീ ഫീൽഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, ഇൻഡെക്സ് ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ ഇവിടെ നമുക്ക് കുറേ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഉണ്ടാവാം. അതായത് നോൺ കീ എന്ന് പറയുമ്പോഴേക്കും ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവാം. അത് പല പല ബ്ലോക്കിലായിരിക്കും കിടക്കുന്നത്. സോ ആ ബ്ലോക്കിൽ നമുക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇവിടെ നമ്മൾ ബ്ലോക്ക് ഓഫ് റെക്കോർഡ് പോയിൻറ്റേഴ്സ്, ഒരു റെക്കോർഡ് പോയിൻ്ററിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്ലോക്ക് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ബ്ലോക്ക് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് നിന്നുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും, ബ്ലോക്ക് ഓഫ് റെക്കോർഡ് പോയിൻറ്റേഴ്സ് ആയിരിക്കും. അവിടെ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്, ഡേറ്റ ഫയലിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് സെക്കൻഡറി ഇൻഡെക്സിൽ ഓർത്തിരിക്കേണ്ടത്. സെക്കൻഡറി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ ഡേറ്റ ഫയൽ എന്തായിരിക്കും, അൺഓർഡേർഡ് ആയിരിക്കും. ഈ ഡേറ്റ ഫയൽ നമ്മൾ പിക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു കീ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നോൺ കീ വാല്യൂ ആയിരിക്കും ഫോർ പ്രിപ്പയറിംഗ് ദ ഇൻഡെക്സ്. ഇനി
അതൊരു നോൺ കീ ആണെന്നുണ്ടെങ്കിൽ എന്താ ഒരു കീ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ഓരോ കീക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സിൽ വാല്യൂ ഉണ്ടായിരിക്കണം. ഇതാണ് ഫസ്റ്റ് കേസ്. ഇതൊരു കീ വാല്യൂ ആണെങ്കിൽ അത് യുണീക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഓരോ എൻട്രീസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രീസ് എവിടെ ഉണ്ടായിരിക്കണം? നമ്മളുടെ ഇൻഡെക്സിൻ്റെ കീ വാല്യൂവിനകത്ത്, ഇൻഡെക്സിൻ്റെ ഫീൽഡ് വാല്യൂവിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ബ്ലോക്ക് പോയിൻറ്റേഴ്സ് ഉണ്ട്. ആ പോയിൻറ്റേഴ്സ് എന്ത് ചെയ്യും? നമ്മളെ ഡയറക്റ്റ് ചെയ്ത് വിടും എവിടോട്ടാണ് നമ്മളുടെ റെക്കോർഡ് ഉള്ളതെന്നുള്ളത് കാണിക്കാൻ വേണ്ടി. ഇനി അടുത്ത് നമ്മൾ നോൺ കീ ഫീൽഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എടുക്കുന്ന ആട്രിബ്യൂട്ടിന് മൾട്ടിപ്ലിക്കേഷൻസ് ഉണ്ട്, അതായത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഇൻഡെക്സ് ഫയലിൽ നിന്നുകൊണ്ട് നമ്മുടെ ഡേറ്റ ഫയലിലേക്ക് ഡയറക്റ്റ് നാവിഗേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അത്രയും കാര്യങ്ങൾ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിവിടെ ഒരു പോയിൻറ്റേഴ്സിൻ്റെ ഒരു പൂൾ ക്രിയേറ്റ് ചെയ്യും, അല്ലേ? അതിന് വിളിക്കുന്ന പേരെന്താണ്? ബ്ലോക്ക് ഓഫ് റെക്കോർഡ് പോയിൻറ്റേഴ്സ്. അപ്പോൾ ഈ ബ്ലോക്ക് പോയിൻറ്റർ പോയിൻറ്റ് ചെയ്യുന്നത് ഒരൊറ്റ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫീൽഡ് വാല്യൂ ആയിട്ടായിരിക്കും. അതായത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പോയിൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമുക്കറിയാം 3 ബ്ലോക്കിലായിട്ടാണ് 1 കിടക്കുന്നത്. സോ നമുക്ക് എത്ര പോയിൻറ്റേഴ്സ് വേണം? 3 ബ്ലോക്കിലേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റേഴ്സ് വേണം. അപ്പോൾ ആ 3 പോയിൻറ്റേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്ത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്കിലേക്ക് നമ്മൾ അസൈൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ നമുക്ക് ഡിസ്ക് ആക്സസ് ഡേറ്റയെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റെക്കോർഡിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സെക്കൻഡറി ഇൻഡെക്സ്. സോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സിംഗിൾ ലെവൽ ഇൻഡെക്സിങ്ങിനകത്ത് പ്രൈമറി ഇൻഡെക്സ്, ക്ലസ്റ്ററിങ് ഇൻഡെക്സ്, ലാസ്റ്റ് വൺ ഇസ് എന്താണ്? അത് പ്രൈമറി ഇൻഡെക്സിനകത്തുള്ള ലാസ്റ്റ് വണ്ണാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു ടോപ്പിക്കായിട്ടുള്ള എന്താണ്? സെക്കൻഡറി ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നോക്കുക. ഇനി നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വർക്ക് ഓൺ ചെയ്യണം.